ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. പൊടി വറക്കണ്ട, കുഴക്കണ്ട, പുട്ടുകുറ്റി വേണ്ട, ചിരട്ട വേണ്ട, എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് പഞ്ഞി പോലുള്ള പുട്ട് തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. പുട്ട് തയ്യാറാക്കാനായി റേഷൻ പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. റേഷൻ വെള്ള പുഴുങ്ങലരി 1 കപ്പ് പുഴുങ്ങലരി വെള്ളത്തിൽ കുതിർത്ത്, രാത്രിയാണ് ഇത് കുതിർത്ത് വെക്കുന്നത്. രാത്രി കുതിർത്ത് വെച്ച് രാവിലെ എടുക്കുക. അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട്, ഇതിനി ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ അരിപ്പയിൽ നിന്ന് തന്നെ മിക്സി ജാറിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്ത്, ഇതിനാവശ്യത്തിനുള്ള ഉപ്പും മിക്സി ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. മിക്സി ജാറിലിട്ട അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മിക്സി ജാറിലേക്ക് ഇട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു പാകത്തിലാണ് പൊടിച്ചെടുക്കേണ്ടത്. നല്ല ചെറിയൊരു തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുക. ഈ ഒരു പാകത്തിൽ പൊടിച്ച് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ബാക്കി അരിയും കൂടെ അതേപോലെ പൊടിച്ചെടുക്കുക. കുറച്ച് ഉപ്പിട്ട് പൊടിച്ചെടുക്കുക. ബാക്കി അരിയും കൂടെ മിക്സി ജാറിലേക്ക് ഇട്ട് ഉപ്പും ചേർത്ത് പൊടിച്ച് എടുക്കുക. അരി പൊടിച്ച് 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ചിരകിയ തേങ്ങ, ഫ്രഷ് തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ്. തേങ്ങയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് തേങ്ങയും കൂടെ മിക്സ് ചെയ്ത ശേഷം തേങ്ങ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടുതൽ ചേർത്താൽ പുട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയൊരു ആവിപ്പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇലയാണ് വെച്ചിട്ടുള്ളത്. ഇലയില്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ച്, ഇലക്ക് പകരം പ്ലേറ്റ് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത്, അടിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി പൊടി ഇട്ട് കൊടുത്ത്, മുകളിലായി വീണ്ടും തേങ്ങയിട്ട് പൊടി ഇട്ട് കൊടുത്ത്, ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പുട്ട് റെഡിയാവും. പുട്ട് കുറ്റിയോ ചിരട്ടയോ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. മുഴുവനായിട്ട് ഒറ്റ ട്രിപ്പ് തന്നെ നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് പൂ പോലത്തെ പുട്ട് കിട്ടും. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണ്, ടേസ്റ്റുമാണ്. ഇനി ഇത് അടച്ച് വെച്ചാൽ 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. പുട്ട് റെഡിയായി. തുറന്ന് നോക്കാം. പുട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ പുട്ട് കുഴച്ചെടുക്കുകയൊന്നും ചെയ്യാതെ തന്നെ നല്ല പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുട്ടിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പുട്ടും പപ്പടും പയറ് കറിയുമാണ് ഇന്നത്തെ. പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതാ നല്ല സോഫ്റ്റും നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. കറിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പപ്പടും പഴമോ പഞ്ചസാരയോ ഒക്കെ കൂട്ടി കഴിക്കുക. പഴവും പഞ്ചസാരയും മാത്രം മതി ഈ പുട്ട് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ പഞ്ചസാരയും നെയ്യൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ഇഷ്ടമാവും. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.